PSCയുടെ ടോപ്പിക്കിലുള്ളതാണ് ആധുനിക ഇന്ത്യ എന്ന ടോപ്പിക്ക്. അപ്പോൾ PSC തുടക്കക്കാർക്കായിട്ട് ഈ ക്ലാസ് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനും ആൻസറും വായിക്കാം. ഇന്ത്യയിൽ കടൽ മാർഗം വന്ന ആദ്യ വിദേശികൾ പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ കോളനി സ്ഥാപിച്ച ആദ്യത്തെ പാശ്ചാത്യ രാജ്യം പോർച്ചുഗൽ. പറങ്കികൾ എന്നറിയപ്പെടുന്ന വിദേശികൾ പോർച്ചുഗീസുകാർ. വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിച്ചേർന്ന സ്ഥലം കാപ്പാട്, കോഴിക്കോട്. ഏത് വർഷമാണ്? 1498. വാസ്കോഡ ഗാമ കാപ്പാട് വന്നിറങ്ങിയ വർഷം 1498. വാസ്കോഡ ഗാമ മൂന്നാം തവണയും കേരളത്തിൽ വന്ന വർഷം 1524. ഭാരതത്തിൽ പോർച്ചുഗീസുകാർ പണിത ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട. കൊച്ചിയിലാണ്. പോർച്ചുഗീസുകാർ കേരളത്തിൽ സ്ഥാപിച്ച ആദ്യത്തെ മതപരമായ സ്ഥാപനമാണ് വാലപ്പുഴ. കൊച്ചിയിലെ ഡച്ച് പാലസ് പണിയെടുപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ അൽഫോൺസ ഡി അൽബുക്കർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമെഡ. ഇങ്ങനെ വെച്ച് വായിക്കാൻ ഒത്തിരി പ്രയാസമുണ്ട്. ഒരു കയ്യിൽ ഫോണും മറ്റേ കയ്യിൽ ബുക്കുമാണ്, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് ഭരണാധികാരിയാണ് അൽഫോൺസ ഡി അൽബുക്കർക്ക്. പോർച്ചുഗീസ് രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യയിലെ പ്രദേശമാണ് ബോംബെ. 1661. ഇന്ത്യ വിട്ടുപോയ അവസാനത്തെ വിദേശ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഗോവ ഉൾപ്പെടെയുള്ള പോർച്ചുഗീസ് അധീന പ്രദേശങ്ങൾ സ്വതന്ത്രമായ വർഷം 1961. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് പണിയെടുപ്പിച്ചത് ഡച്ചുകാരാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664. ഫ്രഞ്ചുകാരുടെ കേരളത്തിലെ വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാഹിയിലാണ്. ഇന്ത്യയിൽ ഫ്രഞ്ച് ഭരണത്തിന് അന്ത്യം കുറിച്ച യുദ്ധമാണ് വാണ്ടി വാഷ് എന്ന് പറഞ്ഞത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ ഏത് രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു? മൈസൂർ ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് അധീനതയിലായിരുന്ന ഇന്ത്യൻ ഭൂപ്രദേശങ്ങളായിരുന്നു മാഹി, ചന്ദ്രനഗർ, യാനം, കാരയ്ക്കൽ, പോണ്ടിച്ചേരി. ഇതാണ് ടിപ്പു സുൽത്താൻ. ശ്രീരംഗപട്ടണം എന്ന ഉടമ്പടി എന്ന് പറയില്ലേ, ശ്രീരംഗപട്ടണ സന്ധി 1792. ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് മൈസൂരിൻ്റെ തലസ്ഥാനമായിരുന്നു ശ്രീരംഗപട്ടണം. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധിയാണ് ശ്രീരംഗപട്ടണ സന്ധി 1792. ആജീവാനന്ദ കാലം ഒരു ആടായി ജീവിക്കുന്നതിലും ഉത്തമം ഒരു ദിവസം സിംഹമായി ജീവിക്കുന്നതാണ്. ആരുടെ ഉദ്ധരണിയാണ്? ടിപ്പു സുൽത്താൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ പേര് ജോൺ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയ വർഷം AD 1600. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ച സ്ഥലമാണ് സൂററ്റ്. വെല്ലൂർ കലാപം നടന്നത് 1806. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടമാവാൻ കാരണമായ ആക്ട് 1858. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കിയ വർഷം 1858. ഇനി അടുത്തത് പ്ലാസി വാർ 1757. റെഗുലേറ്റിംഗ് ആക്ട് 1773. ബാക്സാർ യുദ്ധം 1764. ഇന്ത്യയിൽ വന്ന ആഡംബരത്തിൽ ദർബാർ നടത്തിയ ബ്രിട്ടീഷ് ചക്രവർത്തിയാണ് ജോർജ് അഞ്ചാമൻ. ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് ചക്രവർത്തി ജോർജ് ആറാമൻ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിൽ അടിത്തറയിട്ട സ്ഥലമാണ് ബംഗാൾ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് പ്ലാസി യുദ്ധം. വർഷം 1757. അതോടുകൂടിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അടിത്തറയിട്ടത്. പ്ലാസി യുദ്ധ സമയത്ത് ബംഗാളിലെ നവാബായിരുന്നത് സിറാജ് ഉദ്ദൗള. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ്. അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്.
ബംഗാളിൽ ഭരണം ഏർപ്പെടുത്തിയ ഗവർണർ റോബർട്ട് ക്ലൈവ്. ആത്മഹത്യ ചെയ്ത ബംഗാളിലെ ബ്രിട്ടീഷ് ഗവർണറാണ് റോബർട്ട് ക്ലൈവ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്. അതും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. 1773 കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിംഗ് റെഗുലേറ്റിംഗ് ആക്ട്. അത് പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്ത്? വാറൻ ഹേസ്റ്റിങ്ങിലെ 1773 ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇംപീച്ച് ചെയ്ത ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്. സതി നിർത്തലാക്കിയത് വില്യം ബെൻഡിക്ക് 1829 1829. സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭു. ഇന്ത്യയിൽ പോസ്റ്റൽ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഗവർണർ റോബർട്ട് ക്ലൈവ്. ഇന്ത്യയിൽ ആധുനിക പോസ്റ്റൽ സംവിധാനം ആരംഭിച്ച ഭരണാധികാരി ഡൽഹൌസി പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസ്. അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സംവിധാനം ആരംഭിച്ച ഭരണാധികാരി കോൺവാലിസ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. അത് പ്രധാനപ്പെട്ടതാണ്. കോൺവാലിസ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അക്ബർ എന്നറിയപ്പെടുന്ന ഭരണാധികാരി വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിൽ വരുത്തുന്ന ബ്രിട്ടീഷ് അധികാരി ജനറൽ വെല്ലസ്ലി. ടിപ്പുവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച ബ്രിട്ടീഷ് പ്രഭു. വെല്ലസ്ലി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ മുഖാന്തരം ഇന്ത്യയിൽ നേരിട്ടു നടത്തിയ നികുതി പിരിവിനെയാണ് റൈറ്റ് വാരി സമ്പ്രദായം. 1833 ചാർട്ടർ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെൻഡിക്. ഇന്ത്യയിൽ സതി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭർത്താവ് മരിച്ചാൽ ഭാര്യയെ കൂടി ഭർത്താവിൻ്റെ ചിതയിൽ തള്ളിയിട്ട് കൊല്ലുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിർത്തലാക്കിയത് വില്യം ബെൻഡിക്കാണ്. അതിന് കൂടുതൽ നേതൃത്വം കൊടുത്തത് രാജാറാം മോഹൻ റോയിയാണ്. 1829 സതി നിർത്തി. ദത്താവകാശ നിരോധന നിയമം ഡൽഹൌസി പ്രഭുവാണ്. 1848. പീനൽ കോഡ് സ്ഥാപിച്ചത് കാനിങ് പ്രഭുവാണ്. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തുടങ്ങിയ ഗവർണർ വില്യം ബെൻഡിക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൽക്കട്ടയിലാണ്. പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ച ഭരണാധികാരി വില്യം ബെൻഡിക്ക്. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ്. അത് പ്രധാനപ്പെട്ടതാണ്. ഡൽഹൌസി പ്രഭു. ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം ആദ്യമായി കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു. ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഭരണാധികാരി ഡൽഹൌസി പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആദ്യത്തെ വൈസ്രോയിയും ആയിരുന്നു. ആരാണ്? കാനിങ് പ്രഭു. ഇന്ത്യൻ പീനൽ കോഡ് പാസാക്കിയ ഗവർണർ ജനറൽ കാനിങ് പ്രഭു. ഇന്ത്യയിൽ ബജറ്റ് സമ്പ്രദായം നടപ്പിലാക്കിയത് കാനിങ് പ്രഭുവാണ്. കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചത് ലോർഡ് കാനിങ് പ്രഭു. ആൻഡമാനിലെ ജയിലിൽ വെച്ച് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് വൈസ്രോയിയാണ് മയോ പ്രഭു. ബാക്കി നോട്ടുകളെല്ലാം അടുത്ത ക്ലാസ്സിൽ വായിക്കാം. എനിക്ക് പനി കഴിഞ്ഞതിന് ശേഷം തൊണ്ടയിൽ സൗണ്ടൊന്നും ക്ലിയർ അല്ല, നല്ല സൗണ്ട് അടപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇത്രയും വീഡിയോ ഉള്ളൂ. ബാക്കി വീഡിയോകളെല്ലാം ഇനി അടുത്ത വീഡിയോകളിലായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് PSC ഇതുപോലുള്ള നോട്ടുകളെല്ലാം വീഡിയോ ആക്കി ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ കയ്യിലുള്ള ബുക്കുകളെല്ലാം വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ക്ലിയർ ആണോ എന്നറിയില്ല. കാര്യം ഒരു കയ്യിൽ ബുക്കും മറു കയ്യിൽ ഫോണുമായിട്ടാണ്. അപ്പോൾ വീഡിയോ ക്ലിയർ കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത് ഇനി PSC റിലേറ്റഡ് ചോദ്യവും ഉത്തരവും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.